കുട്ടികളിലെ ന്യൂറോ ശസ്ത്രക്രിയയിൽ മികച്ച നേട്ടങ്ങളുമായി കണ്ണൂരിലെ കിംസ് ശ്രീചന്ദ് ആശുപത്രി. കുഞ്ഞുങ്ങളിൽ ഗർഭാവസ്ഥയിൽ തന്നെ രൂപം കൊള്ളുന്ന തലയോട്ടിയുടെ വളർച്ചയിലെ ജന്മനാ വൈകല്യമായ ക്രാനിയോസിനോസ്റ്റോസിസ് രോഗത്തിന് ആധുനിക ശസ്ത്രക്രിയയായ FOAR വിജയകരമായി പൂർത്തിയാക്കിയതായി കിംസ് ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിനും ഡോക്ടർമാരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. പീഡിയാട്രിക് ന്യൂറോ സർജറി രംഗത്തിപ്പം ഒരുപാട് പുതിയ മാറ്റങ്ങൾ പുള്ളി കണ്ണൂർ കിംസ് ശ്രീചന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ മെയിൻ ഉദ്ദേശം കുട്ടികളുടെ ന്യൂറോ സർജറിയിൽ ഇതുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ കണ്ണൂർ കിംസ് ശ്രീചന്ദ്ര ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ട്. അതും ഈ ഭാഗത്തുള്ള കുട്ടികളാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഡോക്ടർ അശ്വിൻ നമ്മുടെ ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ അക്കര ഫൗണ്ടേഷനുമായിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അവരുമായി ചേർന്നിട്ട് കുട്ടികളുടെ ന്യൂറോ സംബന്ധമായിട്ടുള്ള ന്യൂറോ സർജറിയും ചെയ്യാൻ തീരുമാനം കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി സാധാരണ ഈ ഭാഗത്തുള്ള ആൾക്കാർ മംഗലാപുരത്തിന് കുട്ടികളുടെ ന്യൂറോ സർജറി ഇത്രയും കോംപ്ലക്സിൽ നിന്ന് ആരുമില്ല. അമൃത പിന്നെ പോകുന്നത് ബാംഗ്ലൂർ നിംഹാൻസിലേക്കാണ്. ഈ രണ്ട് സെൻറ്ററിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് കണ്ണൂർ കിംസ് ശ്രീചന്ദ്ര ആരംഭിച്ചിട്ട് കഴിഞ്ഞ മാസം 2-3 കുട്ടികൾ ഈ കോംപ്ലക്സ് ന്യൂറോ സർജറി ചെയ്ത് പോയിട്ടുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അക്കര ഫൗണ്ടേഷനുമായി ചേർന്ന് ഡോക്ടർ മഹേഷ് ഭട്ടിന്റെ നേതൃത്വത്തിൽ സൗജന്യ OP സേവനം ആരംഭിക്കുമെന്നും ഫർഹാൻ യാസീൻ അറിയിച്ചു. ആരോഗ്യരംഗത്ത് കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പുതിയ ക്ലിനിക്കൽ അസോസിയേറ്റ് കോഴ്സിനും തുടക്കമിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലയോട്ടിയിലെ അസ്ഥികൾ നേരത്തെ തന്നെ ഒന്നിച്ചു ചേരുന്നതിലൂടെ തലച്ചോറിന്റെ വളർച്ചയെ ബാധിക്കുന്ന അവസ്ഥയാണ് ക്രാനിയോസിനോസ്റ്റോസിസ്. ഇത് തലയുടെ ആകൃതിയിൽ വ്യത്യാസം വരുത്തുന്നതിനൊപ്പം മുഖഭാഗങ്ങളിലെ അസമത്വം, കണ്ണുകളിലെ സ്ഥിതി വ്യത്യാസം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. നേരത്തെ തന്നെ ശസ്ത്രക്രിയ നടത്തുന്നതിലൂടെ കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയും രൂപവും മെച്ചപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ഡോക്ടർ G. അശ്വിൻ ചൂണ്ടിക്കാട്ടി. വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ ഈ വിഭാഗത്തിൽ പരിചയമുള്ള ഡോക്ടർ മഹേഷ് ഭട്ടിനൊപ്പം ഡോക്ടർ AP ഷിനാസ് തുടങ്ങിയ വലിയൊരു വിദഗ്ധ സംഘം തന്നെ ഇതിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം നിരവധി കുഞ്ഞുങ്ങൾക്ക് ഇതിനോടകം ന്യൂറോ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതായി പ്രശസ്ത പീഡിയാട്രിക് ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ട് പറഞ്ഞു. കുട്ടികൾ വളരെ ശിശുക്കൾ ഈവൻ ജന്മം മുതൽ ജസ്റ്റ് ജനിച്ച കുട്ടികൾ മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ തലച്ചോറ്, പിന്നെ അതേപോലെ തന്നെ സ്പൈൻ്റെ സർജറീസ്. അപ്പം നമുക്ക് ഈ ജനറലി നമ്മുടെ ഒരു മൊത്ത പോപ്പുലേഷൻ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 30% കുട്ടികളാണുള്ളത്. 16 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് നമുക്കൊരു 30% ഉള്ളത്. പക്ഷേ ഈ ന്യൂറോ സർജറിയിലേക്ക് വരുമ്പോഴത്തേക്ക് മൊത്ത കേരളത്തിൽ എത്ര പീഡിയാട്രിക് ന്യൂറോ സർജൻസ് ആണ് പീഡിയാട്രിക് ട്രെയിൻഡ് ആയിട്ട്? ഇപ്പോൾ ജനറലി ഒരു ന്യൂറോ സർജറി പോയി കഴിഞ്ഞാൽ സാധാ ഒരു ഹെഡ് ഇഞ്ചുറി ആയാലോ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോകെഫലസ് അങ്ങനത്തെ ഒരു അസുഖമായാലോ ജനറലായിട്ട് എല്ലാ ന്യൂറോ സർജൻസ് ഈവൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ പല സ്പെസിഫിക് ആയിട്ടുള്ള വളരെ റെയറായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും. ആ അസുഖങ്ങൾക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ സർജറീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്ത കേരളത്തിൽ നമുക്കുള്ളത് 3-4 പേര് മാത്രമേ പീഡിയാട്രിക് ട്രെയിൻഡ് ആയിട്ടുള്ള ന്യൂറോ സർജൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തര കേരളത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സെൻ്ററാണ് ഏറ്റവും കൂടുതലായിട്ട് പീഡിയാട്രിക് ന്യൂറോ ആൻഡ് സ്പൈൻ സർജറീസ് നമ്മളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തര മലബാറിൽ നമ്മുടെ ആശുപത്രി കിംസ് ഹോസ്പിറ്റൽ നേടിയെടുത്ത ഒരു അപൂർവമായ നേട്ടം, ഒരു പീഡിയാട്രിക് ന്യൂറോ സർജറിയിൽ നേടിയെടുത്തിട്ടുള്ള ഒരു അപൂർവമായ നേട്ടം, അതിൻ്റെ സന്തോഷം പങ്കുവെച്ചോളട്ടെ. ഞങ്ങൾ 3 പേഷ്യൻസ്, കുട്ടികളെന്ന് പറഞ്ഞാൽ 6 മാസവും 8 മാസവും പ്രായമുള്ള 2 കുട്ടികൾ, ടോട്ടൽ 3 പേര്. അവർക്ക് ഉണ്ടായ അസുഖത്തിൻ്റെ പേരാണ് ക്രേനിയോസിനോസ്റ്റോസിസ്. ക്രേനിയോസിനോസ്റ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ തലയോട്ടി എന്ന് പറയുന്നത് ഒരു അസ്ഥിയല്ല. നമ്മൾ ഇപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ പല അസ്ഥികൾ ചേർന്ന് കൊണ്ടിട്ടാണ് തലയോട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടി ജനിച്ചാൽ നമ്മൾക്ക് മൂർധാവിൽ തൊടുമ്പോൾ ഒരു പതപ്പ് ഉണ്ടാവുമല്ലോ. അതിന് കാരണം നമ്മുടെ തലയോട്ടി ഒരു ഫ്യൂഷനാണ്, പല അസ്ഥികൾ ചേർന്നിട്ട് ചെറിയൊരു 4 വഴി ബന്ധിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ ന്യൂറോ സർജറി പോലെയുള്ള അത്യാധുനിക ചികിത്സകൾ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്.
കാസർഗോഡ് ജില്ലയിലടക്കമുള്ള ഇത്തരം രോഗബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഈ ചികിത്സാ സൗകര്യം വലിയൊരു അനുഗ്രഹമായി മാറുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.